പ്രിയമുള്ളവരെ, വചനജ്വാല 1351 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 13 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ മെയ് മാസ വണക്കം 13 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ 107 സങ്കീർത്തനം 9 മുതൽ 27 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തിന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു. പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതന്റെ ഉപദേശം നിരസിച്ചു. അടിമവേല കൊണ്ട് അവരുടെ മൗനം ഇടിഞ്ഞു. അവർ വീണു, സഹായിക്കാൻ ആരുമുണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിനെ, അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും അവരെ നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിനെ, അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. അവർ കൃതജ്ഞതാബലി അർപ്പിക്കട്ടെ. ആനന്ദഗീതം ആലപിച്ച് അവിടുത്തെ പ്രകൃതികളെ പ്രകീർത്തിക്കട്ടെ. ചിലർ സമൃദ്ധ വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിന്റെ പ്രവൃത്തികൾ, ആഴിയിൽ നിന്ന് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി. സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താണു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. അവർ ഉന്മത്തരെ പോലെ ആടി ഉലയുകയും വേച്ച് നടക്കുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അവർ അറിഞ്ഞില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന മൗനിയായ വിശുദ്ധ ജോണിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ചെറുപ്പം മുതൽ എളിമയിൽ ജീവിച്ച ജോൺ നിന്ദനങ്ങളെയും അപമാനങ്ങളെയും സ്വാഗതം ചെയ്ത് ശാരീരിക ചാപല്യങ്ങളെ പ്രായശ്ചിത്തം കൊണ്ടും ആത്മപരിത്യാഗം കൊണ്ടും പ്രാർത്ഥനയിൽ കഴിഞ്ഞു. അങ്ങനെ വളരെ ചുരുക്കമായിട്ടേ സംസാരിച്ചിരുന്നുള്ളൂ. ഏകാന്തതയിൽ കഴിയുന്നിടുമ്പോഴാണ് നിർബന്ധപൂർവം 28 വയസ്സിൽ കൊളോണിയൻ രൂപതയുടെ മെത്രാനായി നിയമിച്ചത്. അതിനുശേഷവും സന്യാസനിഷ്ഠയും തപസ്സും അനുഷ്ഠിച്ച് 9 കൊല്ലം അജഗണത്തെ ക്രിസ്തീയ ചൈതന്യം നിറയ്ക്കാൻ ശ്രമിച്ചു. അസാധ്യമായതിനാൽ മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞ് വിസാബായുടെ ലൗറയിൽ തപസ് ചെയ്യുവാൻ, ഉപവാസം അനുഷ്ഠിക്കുവാനും തുടങ്ങി. തുടർന്ന് മെത്രാനായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ
അവിടെ വിട്ടുപോയി വനാന്തരത്തിൽ താമസിച്ചു. 76 വർഷം വനവാസം അനുഷ്ഠിച്ച് 104-ാം വയസ്സിലാണ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. പ്രിയരെ, മൗനിയായിരുന്ന മെത്രാനായിരുന്ന വിശുദ്ധ ജോണിൻ്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് നമുക്ക് മൗനിയായിരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് നോക്കിക്കാണാം. പ്രത്യേകിച്ച് വിശുദ്ധ ജോണിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.